ഇപ്പൊ നമ്മൾ സോനമർഗിൽ നിന്നും കാർഗിലോട്ടുള്ള ഒരു യാത്രയിലാണുള്ളത്. ലഡാക്ക് ടെറിട്ടറിയുടെ 2 പ്രവിശ്യകളിൽ ഒന്നാണ് കാർഗിൽ. ഇന്ത്യയുടെ ചരിത്രത്തെ രൂപപ്പെടുത്തിയ താഴ്വരകൾ, അതുപോലെ തന്നെ ഉയർന്ന പർവ്വതനിരകൾ, യുദ്ധക്കളങ്ങൾ എന്നിവയുടെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ റൂട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച റോഡുകളാണ്. 11,000 അടി ഉയരത്തിലുള്ള സോജില പാസ് ഈ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിന്ററിൽ ഈ റോഡ് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഇത് വേനൽക്കാലത്ത് മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത്. കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് ഇത്. ഈ വാഹനം ശരിക്കും സോനമർഗിൽ നിന്നും കാർഗിലോട്ട് സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഷെയർ ടാക്സിയാണ്. ഇപ്പൊ നമ്മളെ ഈ വണ്ടിയിൽ ഒരു 7 പേരാണ് മൊത്തത്തിലുള്ളത്. ഒരുപാട് സമയം യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ആകെ ടയേർഡായിരുന്നു. സോ ഞങ്ങൾ അല്പസമയം റെസ്റ്റ് എടുത്തിട്ട് യാത്ര ആരംഭിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി റൈറ്റ് സൈഡിലോട്ട് നോക്കിയപ്പോഴാണ് ഈ പുള്ളിനെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെ ഇവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 120 കിലോമീറ്റർ യാത്രക്കൊടുവിൽ നമ്മളിപ്പോൾ കാർഗിൽ ടൗണിലോട്ട് എൻട്രി ചെയ്യുകയാണ്. കാശ്മീരിലെ മുസ്ലിങ്ങൾ 2 വിഭാഗങ്ങളിലായിട്ടാണ് ഉള്ളത്. ഒന്ന് ഷിയയും മറ്റേത് സുന്നിയും. അപ്പൊ ഇവരുടെ ബാനറുകളും ചിഹ്നങ്ങളുമാണ് നമുക്ക് ഈ ടൗണിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇവര് തമ്മിൽ ഇവിടെ സംഘർഷമൊന്നും ഉണ്ടാവാറില്ല എന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. എന്നാൽ നമ്മൾ പാകിസ്ഥാനത്തെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഈ വിഭാഗങ്ങൾ തമ്മിൽ തല്ലിച്ചാവലാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ ചെറിയ പട്ടണമാണ് കാർഗിൽ. ഒരുപാട് വലിയ കെട്ടിടങ്ങളോ സ്ഥാപനങ്ങളോ ഇവിടെ കാണാൻ സാധിക്കില്ല. അപ്പൊ നമ്മളിവിടെ എത്തിയ ഉടനെ നമ്മൾ ഇപ്പോൾ ഒരു റൂം എടുത്തിട്ടാണുള്ളത്. അപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടുത്തെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ടാക്സിയിൽ തന്നെ പോകണം. അപ്പോൾ ഓൾറെഡി അറിയാലോ, നന്നായിട്ട് ബാർഗൈൻ ചെയ്യേണ്ടി വരും. പിന്നെ ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് അവരുടെ റേറ്റ് പറയാ. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അടുത്ത ആളെ നോക്കി പോവുക. അങ്ങനെ ഇദ്ദേഹത്തിന്റെ വണ്ടിയാണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ പേര് അബ്ദുൽ ഖാനി എന്നാണ്. ഇദ്ദേഹത്തിന്റെ വീട് ഇവിടെ തന്നെയാണ്. പ്രധാന വരുമാന മാർഗം ടാക്സി ഓടലാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഹുണ്ടർമാൻ വില്ലേജിലോട്ടാണ്. കാർഗിലിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള നിയന്ത്രണ രേഖയ്ക്ക് സമീപത്താണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹുണ്ടർമാൻ വില്ലേജ്. പരമ്പരാഗതമായ ഹുണ്ടർമാൻ വാസ്തുവിദ്യയിൽ കല്ലുകളും ചെളിയും ഉപയോഗിച്ച് നിർമ്മിച്ച 2 നില കെട്ടിടങ്ങളാണ് ഇവ. താഴത്തെ നില കന്നുകാലികൾക്ക് വേണ്ടിയും മുകൾ ഭാഗം അവർ താമസിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ താമസിക്കുന്ന ഭാഗമാണ്. 1947 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യ സൈന്യം ഹുണ്ടർമാൻ വില്ലേജ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യ സൈന്യം പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കുന്നതുവരെ ഏകദേശം 3 മാസത്തോളം കാലം ഈ ഗ്രാമത്തിൽ ആൾതാമസമില്ലായിരുന്നു. ഇനി ഹുണ്ടർമാനിൽ നിന്നും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. കാരണം ഓൾറെഡി നമുക്ക് സമയം കുറവാണ്. ഗ്രാമം അടുത്ത് ചെന്ന് സന്ദർശിക്കല് നമുക്ക് അടുത്ത പ്രാവശ്യത്തോട്ട് മാറ്റിവെക്കാം. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹുണ്ടർമാൻ വ്യൂ പോയിന്റ് ആണ്. നമ്മൾ അങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യൂ പോയിന്റിന്റെ എൻട്രി ഭാഗമാണ്. ഇതാണ് ഹുണ്ടർമാൻ വ്യൂ പോയിന്റ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ അവസാനത്തെ മൗണ്ടെയിൻ പാകിസ്ഥാന്റെ അധീനതയിൽ വരുന്നതാണ്. ഇപ്പൊ ഈ പോയിന്റിൽ നിന്നും നമ്മൾ ഈ ബൈനോക്കുലറിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മോസ്ക്, അവരുടെ സൈനിക ബങ്കറുകൾ, അതുപോലെ പട്ടാളക്കാർ എന്നിവയെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാർഗിൽ വാർ മെമ്മോറിയൽ ആണ്. ഇതാണ് കാർഗിൽ വാർ മെമ്മോറിയലിന്റെ മെയിൻ എൻട്രൻസ്. 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ സ്മരണക്കായാണ് ഇന്ത്യൻ സൈന്യം ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തൊരു ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് മെയിൻ എൻട്രൻസ് വഴിയല്ല, സൈഡിലൂടെയുള്ള മറ്റൊരു എൻട്രൻസ് വഴിയാണ് ഇപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുന്നത്. ആർമി ഓഫീസർ കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുന്നത്. പിന്നെ ഷൂ ധരിച്ചവർക്ക് മാത്രമാണ് അകത്തോട്ട് പ്രവേശനം അനുവദിക്കുന്നത്. ചെരുപ്പ്, സ്ലിപ്പർ ഇതൊന്നും ഇവിടെ അനുവദിക്കൂല. ഞങ്ങള് ഈ സ്മാരകം സന്ദർശിച്ചത് ജൂലൈ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ അകത്ത് ആർമിയുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാരണം കൊണ്ട് സ്മാരകത്തിലെ പ്രധാന ഭാഗമായ വിജയ് സ്തംഭം, അതുപോലെ തന്നെ ഗാലറി, മ്യൂസിയം ഇതൊന്നും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇത് ആക്ച്വലി ഒരു മിലിറ്ററി ബങ്കറിന്റെ എക്സാക്ട് മോഡലാണ്.
ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ആക്ച്വലി മറ്റൊരു ബങ്കറാണ്. അപ്പോൾ ഈ ബങ്കറിന്റെ ഉള്ളിൽ പ്രധാനമായിട്ടും എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഉള്ളത് എന്നതിന്റെ ഒരു ബേസ് മോഡലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. സൈനികരുടെ ധീരതയെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26-ന് കാർഗിൽ വിജയ ദിവസം സ്മാരകത്തിൽ ആഘോഷിക്കുന്നു. ഇത് ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായി ഈ സ്ഥലം ഇന്നും നിലകൊള്ളുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്.